കൊടും വേനലിൽ പുഴകൾ വറ്റി വരണ്ടതോടെ ദാഹജലത്തിനായി നീർച്ചോലകൾ തേടിപ്പോകുന്നവരിൽ മനുഷ്യൻ എന്നോ വന്യമൃഗങ്ങളെന്നോ വ്യത്യാസമില്ല. ചാലക്കുടി പുഴയോരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. കാട്ടാനകൾ വെള്ളം കുടിക്കാനെത്തുന്ന അതേ സ്ഥലത്താണ് നാട്ടുകാർ പുഴയിൽ കുളിക്കുന്നതും. സൂരജ് സജി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂര്യ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഇതൊരു ജനവാസ മേഖലയോട് ചേർന്ന ഒരു സ്ഥലമാണ്. ഈ ചാലക്കുടി പുഴയിൽ ഒത്തിരി ആളുകളൊക്കെ കുളിക്കാനെത്തുന്ന മേഖലയിലാണ് ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം എത്തുന്നത്. ആ സമയത്ത് ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അവർ കുളിക്കുകയും മറുവശത്ത് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി വെള്ളം കുടിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയെ സംബന്ധിച്ച് വലിയ ചൂടാണ് ഈ മേഖലയിലാകെ തന്നെ അനുഭവപ്പെടുന്നത്. അതോടുകൂടി മനുഷ്യർ മാത്രമല്ല ഈ വന്യജീവികളടക്കം ഈ വെള്ളം കിട്ടാതെ ഉൾക്കാടിനകത്ത് പോലും വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം ഒക്കെ ഇറങ്ങുന്നതെല്ലാം പതിവായിരിക്കുകയാണ്. ഇത്തരത്തിലൊരു കൗതുക കാഴ്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കാരണം മനുഷ്യനും മൃഗങ്ങളും ഒന്നിച്ച് ഈ ചാലക്കുടി പുഴയിൽ എത്തുന്ന അപൂർവ കാഴ്ചയാണ് കാണുന്നത്. ഒരു വശത്ത് മനുഷ്യർ കുളിക്കുന്നു, മറുവശത്ത് ഈ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനയുടെ ദൃശ്യം. അതോടുകൂടി ഒത്തിരി പേരാണ് ഈ ദൃശ്യം കാണുന്നതിനും മറ്റുമായെല്ലാം ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ വേനൽ കടുത്തതോടുകൂടി ചാലക്കുടി പുഴയിലേക്ക് എത്തുന്ന വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചൂട് മാറ്റുന്നതിന് വേണ്ടി ചാലക്കുടി പുഴയിൽ കുളിക്കാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. വേണം. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.